ഈ മണവാളിന്റെയും മണവാട്ടിയുടെയും ജീവിതത്തിലെ ഏറ്റവും അതിശ്രേഷ്ഠമായ ഒരു ദിവസത്തിലേക്കാണല്ലോ ഇവരെ കടന്നു വന്നിരിക്കുന്നത്. ദൈവസന്നിധിയിൽ അവർ കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒന്നായി മാറുന്ന ഒരു ദിവസം. ഇതുവരെയും ഇവർ വ്യക്തിമാരുടെയും മക്കളായിട്ട് അറിയപ്പെട്ടു. ആ ഭവനവുമായി ബന്ധപ്പെട്ട് അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നു മുതൽ അവർ ഒന്നായി ചേർന്ന് ഒരു ശരീരവും ഒരു ആത്മാവുമായി മാറിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഒരു പുതിയ കുടുംബ ജീവിതത്തിന് അടിസ്ഥാനം കുറിക്കുകയാണല്ലോ. സഹോദരങ്ങളെ, വിവാഹ കൂദാശ എന്ന് പറയുന്നത്, കുടുംബ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യ സമൂഹം കണ്ടുപിടിച്ചതായ ഒരു പ്രതിഭാസമല്ല. വിവാഹ കൂദാശ, കുടുംബ ജീവിതം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ ദൈവം മനുഷ്യന് വേണ്ടി ആക്കിയതായ ഒരു പരിപാവനമായ ശ്രേഷ്ഠ പദവിയ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ദാറ്റ് മാൻ ഷുഡ് ബി അലോൺ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. ഇത് കൽപ്പിച്ചതാരാണ്? യഹോവയായ ദൈവമാണ്. ആരോട് കൽപ്പിക്കുകയാണ്? പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന പരിശുദ്ധ തൃത്വം ഒന്നുചേർന്ന് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. തന്റെ പാവനകരങ്ങളാൽ ഓതംസോയിലെ മണ്ണെടുത്ത് കുഴച്ച് ചേറുണ്ടാക്കി മനുഷ്യരൂപത്തിലാക്കിയ മൂക്കിലൂടെ തന്റെ ജീവശ്വാസത്തിന് ഒരു പങ്കൂതി കയറ്റി അവനെ ജീവനുള്ള ദേഹിയാക്കി തീർന്ന ദൈവം ആ 6-ാം ദിവസത്തിന് മുമ്പായിട്ട് ഉള്ള 5 ദിവസങ്ങളിൽ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന സമസ്ത ജീവജാലങ്ങളെയും സൃഷ്ടിച്ചവനായ ദൈവം ആദം ഏകനായിരിക്കുന്നത് കണ്ടപ്പോൾ, അവൻ മൂകനായിരിക്കുന്നത് കണ്ടപ്പോൾ, വിഷണ്ണനായിരിക്കുന്നത് കണ്ടപ്പോൾ ദൈവം മനസ്സിൽ കുറിച്ചതായ ഒരു പദ്ധതിയാണ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ദാറ്റ് മാൻ ഷുഡ് ബി അലോൺ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കിയ ദൈവം അതിന് ഒരു പ്രത്യേകമായ പദ്ധതി തയ്യാറാക്കി അതിന് പരിഹാരം കണ്ടെത്തുകയാണ്. അവന്റെ ഭാര്യയിൽ നിന്നും ഒരു എല്ല് ഊരിയെടുത്തുകൊണ്ട് അതിനെ ഒരു മനുഷ്യ സൃഷ്ടിയാക്കി തീർത്ത് അവനെ ഭാര്യയായി കൊടുക്കുന്ന കർമ്മം നമ്മൾ കാണുന്നുണ്ട്. കുഞ്ഞുങ്ങളെ ഓർക്കുക, വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഈ കുടുംബ ജീവിതം ലോകത്തിൽ ആരംഭിക്കുവാൻ ദൈവത്തിന് ചില പദ്ധതികളും പ്ലാനുകളുമുണ്ട്. ആ പദ്ധതികളും പ്ലാനുകളും ഒക്കെ മറന്നിട്ടാണ് നമ്മൾ സമൂഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ദൈവത്തിന്റെ ആദ്യത്തെ പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുടുംബജീവിതം കൊണ്ട് ദൈവം ലക്ഷ്യമാക്കുന്നത് മലാഖി പ്രവചനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ, അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നതായ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നു, Didn't God make you one body and one spirit with her? വിവാഹിതരായ ആളുകളെ കുറിച്ച് അവിടെ പ്രവാചകൻ ചോദിക്കുകയാണ്, Didn't God make you one body and one spirit with her? നിന്നെ അവളുമായി ഒരു ശരീരമായി ഒരു ആത്മാവായി ദൈവം മാറ്റിയിരിക്കുകയല്ലേ? അവിടെ വീണ്ടും ചോദിക്കുകയാണ്, What was his purpose in this? ദൈവത്തിന്റെ ലക്ഷ്യം ഇതിൽ കൂടി എന്തായിരുന്നു? മറുപടി പ്രവാചകനെ കൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, ഇറ്റ് വാസ് ദാറ്റ് യു ഷുഡ് ഹാവ് ചിൽഡ്രൻ ദാറ്റ് ആർ ട്രൂലി ഗോഡ്സ് ഓൺ പീപ്പിൾ. ദൈവത്തെ അറിയുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന പിൻതലമുറയ്ക്ക് സൃഷ്ടി നടത്തുക എന്നുള്ളതാണ് കുടുംബജീവിതം കൊണ്ട് ദൈവം ഉദ്ദേശിച്ച ആദ്യത്തെ പ്ലാനും പദ്ധതി എന്ന് പറയുന്നത്. ഇത് ഞാനിത് എടുത്തു പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നാമൊക്കെ ഇത് വിവാഹിതരാകുന്ന കുഞ്ഞുങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞു കളയുന്ന ഒരു പദ്ധതിയാണ് പിൻതലമുറയ്ക്ക് സൃഷ്ടികർമ്മം കൊടുക്കുക എന്നുള്ളത്. പണ്ട് നമ്മൾ കുടുംബാസൂത്രണ സമയത്ത് നമ്മൾ ചൊല്ലുണ്ടായിരുന്നു, നാം 2 നമുക്ക് 2. അത് കുറച്ചു കാലം കഴിയുമ്പോൾ എന്തായി മാറി? നാം 1 നമുക്കൊന്ന്. ഇപ്പോൾ വന്നപ്പോ എന്തായി മാറി? നാം മതി, നമ്മൾ മാത്രം മതി. പിൻതലമുറയില്ലാതെ പോവുകയാണ്. ഓർക്കുക, ക്രൈസ്തവ സമൂഹം നശിച്ചുകൊണ്ട് ലോകത്തിൽ നിന്ന് ഇല്ലായ്മയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. 27% ഉണ്ടായിരുന്ന ഇന്ന് 18-ഉം 16-ലേക്കും വന്നുകൊണ്ടിരിക്കുക. ഓർക്കുക, 2% കൂടി കീഴ്പ്പെട്ടു പോയാൽ പിന്നെ ക്രൈസ്തവ സമൂഹം ഇല്ല. ആ ഒരു അവസ്ഥയിലേക്ക് ലോകം ഇന്ന് മാറിക്കൊണ്ടിരിക്കുക. അതേസമയത്ത് മറ്റു ചില സമൂഹങ്ങൾ ഇന്ന് സമൂഹത്തിൽ നിന്ന് വളർന്നുകൊണ്ടേയിരിക്കുക.
അവർക്ക് വേണ്ട പ്രോത്സാഹനം അവർ സമൂഹത്തിന്റെ നേതൃത്വ തലങ്ങളിൽ നിന്ന് ലഭ്യമാകാറുമുണ്ട്. എന്നാൽ ഇന്ന് അതിനെ പ്രേരിപ്പിക്കുവാനോ കുഞ്ഞുങ്ങൾ പിൻതലമുറകൾക്ക് സൃഷ്ടികർമ്മം നടത്തുന്നതിന് ദമ്പതികളെ പ്രേരിപ്പിക്കുന്നതിനോ അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ അവർക്ക് വേണ്ടതായ ഉത്സാഹനങ്ങൾ കൊടുക്കുന്നതിനോ അവർക്ക് വേണ്ടതായ ഉപദേശങ്ങൾ കൊടുക്കുന്നതിനോ നേതൃത്വ സമൂഹത്തിൽ ആളുകളില്ലാതെ പോയിക്കൊണ്ടിരിക്കുക. ഞാനും നിങ്ങളൊക്കെയും വരുന്ന എന്തിനു വേണ്ടിയാ? ഈ വിവാഹ കൂദാശയിൽ വന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ജയനച്ചൻ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നു, ബെഞ്ചമിനെ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നു, ഉമ്മനച്ചൻ പ്രാർത്ഥിച്ചുകൊണ്ട് പെൺകുട്ടിയെ കൊണ്ടുവന്നു. ഇതിൽ പങ്കെടുക്കണം, അല്പസമയം കഴിഞ്ഞ് ഇവിടുന്ന് ആസ്വദിക്കണം, ആഹാരം കഴിക്കണം, വീട്ടിൽ പോകണം. ഇതാണ് നമ്മുടെ വിവാഹ കൂദാശയ്ക്കുള്ള നമ്മുടെ സങ്കല്പം. അതായി മാറിയിരിക്കുക. വരണം, ആഹാരം കഴിക്കണം, പോകണം, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഇത് മാത്രം അതിനപ്പുറത്ത് ഒന്നുമില്ലാത്ത. കുഞ്ഞുങ്ങളെ ഓർക്കുക, നിങ്ങളെ ഏൽപ്പിക്കുന്ന ദൗത്യമാണ്, ഒന്നാമത്തെ ദൗത്യമാണ് പിൻതലമുറകളെ സൃഷ്ടിക്കുക എന്നുള്ളത്. നിങ്ങൾ ദൈവസന്നിധി നിങ്ങൾ ഇപ്പോൾ ഒന്നാകുന്നതാണ്. ഒരു ശരീരം didn't God make you one body and spirit with her? നിന്നെ ഒരു ശരീരം ഒരു ആത്മാവുമായി മാറ്റി എന്തിനു വേണ്ടിയാ? What was his purpose? It was that you should have children. നിനക്ക് മക്കൾ ഉണ്ടാകണം. എങ്ങനത്തെ മക്കളാകണം? ഗോഡ്സ് ഓൺ പീപ്പിൾ, ദൈവത്തെ അറിയുന്ന മക്കളായി മാറണം. അങ്ങനെയുള്ള സൃഷ്ടികർമ്മം നടത്തുമ്പോൾ പിൻതലമുറ സൃഷ്ടിക്കുമ്പോൾ നമ്മൾ കാണുകയാണ് 127 സംഘത്തിൽ നമ്മൾ കാണുക. യഹോവ മക്കൾ എന്തായി മാറുക? യഹോവ നൽകുന്ന അവകാശവും ഉദരഫലവും പ്രതിഫലവുമായി മാറുന്ന അപ്പോൾ മാത്രമാണ്. ദൈവത്തെ അറിയുന്ന കുഞ്ഞുങ്ങൾക്ക് സൃഷ്ടി കൊടുത്തുകൊണ്ട് ദൈവിക ആരാധനയിൽ പങ്കാളികളാക്കി തീർക്കുന്ന ഒരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കുമ്പോൾ ദൈവികമായ ആ ഒരു ദൗത്യം അവിടെ പൂർത്തീകരിക്കപ്പെടും. വിവാഹ ജീവിതത്തെക്കുറിച്ച് രണ്ടാമത്തെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായം 28-ാം വാക്യം നമ്മൾ എങ്ങനെയാ വായിക്കും? 27-28 വാക്യം നമ്മൾ എങ്ങനെ വായിക്കുന്നത്? ദൈവം അവരെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു, ദൈവം അവരെ അനുഗ്രഹിച്ചു. God blessed them. ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു എന്നുള്ളത് അവിടെ ആദ്യത്തെ വിവാഹ കൂദാശയുടെ കർമ്മം അവിടെ കുറിക്കുക. ദൈവം അവരെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തിൽ കൂടി വിവാഹ കൂദാശയുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ ദൈവം പറയുകയാണ്, ഐ വിൽ മേക്ക് എ സ്യൂട്ടബിൾ കമ്പാനിയൻ ടു ഹെൽപ്പ് ഹെർ. അവളെ സ്നേഹിക്കുന്ന അവളെ കരുതുന്നതായ ഒരു സ്യൂട്ടബിളായ കമ്പാനിയനെ, ഒരു കൂട്ടാളിയെ ഞാൻ നിയമിക്കും. മക്കളെ ഇവിടെ ശ്രദ്ധിച്ചാട്ട ബെഞ്ചമിനെ, നിന്നോട് ഞാൻ പറയുന്നത്, നീ ഇതൊന്നും കേൾക്കുന്നില്ല, നിന്റെ ശ്രദ്ധ അവിടെയൊക്കെയാ, നിന്നോടാ പറയുന്നത്. ഇവരെല്ലാം വിവാഹം കഴിച്ച് അവരോട് ഇനി പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല. മകനെ ഓർക്കുക, അവിടെ പറഞ്ഞിരിക്കുക, ഐ വിൽ മേക്ക് എ സ്യൂട്ടബിൾ കമ്പാനിയൻ ടു ഹെൽപ്പ് ഹെർ. ഐ വിൽ മേക്ക് എ സ്യൂട്ടബിൾ കമ്പാനിയൻ. ഓർക്കണം, സ്യൂട്ടബിലിറ്റി എന്താ? സ്യൂട്ടബിലിറ്റി 27 ഇഞ്ച് വണ്ണമുള്ളവൻ 32 ഇഞ്ച് വണ്ണമുള്ള ട്രൗസർ എടുത്തിട്ട് എങ്ങനെ ഇരിക്കും? ഇപ്പോട്ട് ഒഴുതു. 32 ഇഞ്ചുകാരൻ 27 ഇഞ്ച് വണ്ണമുള്ളത് കയറ്റാൻ നോക്കിയാലോ കയറത്തുമില്ല, കീറിപ്പോ. അപ്പോൾ സ്യൂട്ടബിൾ ആകുന്ന എപ്പോഴാ? 32 ഇഞ്ചുകാരന് 32 ഇഞ്ചുള്ളത് കിട്ടണം, 27 ഇഞ്ചുകാർക്ക് 27 ഇഞ്ചുള്ളത് കിട്ടണം. അതാണ് സ്യൂട്ടബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വിവാഹ കുടുംബ ജീവിതത്തിൽ നമ്മൾ പരസ്പരം അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ്. ഭർത്താവിന്റെ സുഖദുഃഖങ്ങളെ തെരഞ്ഞറിയുവാനുള്ളതാ കടമ സഹധർമ്മിണിക്കുണ്ട്. തന്റെ സഹധർമ്മിയുടെ സുഖദുഃഖങ്ങളെ അറിയുവാനുള്ളതായ, അതിനെ പരിഹാരം കണ്ടെത്തുവാനുള്ളതായ ഉത്തരവാദിത്വം ഭർത്താവിനുണ്ട്. അപ്പോൾ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ മാത്രമേ സ്യൂട്ടബിളായി മാറിയുള്ളൂ. അല്ലാത്തടത്ത് ആ വെടിയും പുകയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാമല്ലോ, എത്രയോ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ അടുത്തിടെ കണ്ടതാ, വലിയ ആർഭാടമായിട്ടൊരു വിവാഹം നടത്തി. ഒരു പള്ളി പെരുന്നാളിന് എത്രമാത്രം പള്ളിമുറ്റവും പരിസരവും ഡെക്കറേറ്റ് ചെയ്യാമോ അത്രത്തോളം ഡെക്കറേറ്റ് ചെയ്ത് ഒരു വിവാഹ കൂദാശ തലേദിവസം കണ്ട കാഴ്ചയാ. വൈകിട്ട് 6 മണി തൊട്ട് വെളുപ്പിനെ 2 മണി വരെ ആഹാരം കൊടുത്തുകൊണ്ടിരുന്നു. വന്നവരെല്ലാം കഴിച്ചിട്ട് പോയി. ഞാൻ ഈ അടുത്തിടെ, വർഷമൊന്നും ആയില്ല, ഈ അടുത്തിടെ ഞാൻ അവിടെ ചെന്നപ്പോൾ ദുഃഖിതനായിരിക്കുന്ന പിതാവിനെ എനിക്ക് കാണാൻ സാധിച്ചത്. ഒരു മകൻ ഉണ്ടായിരുന്നത് ഇവനെ ഏൽപ്പിച്ചിട്ട് അവിടെ സ്ഥലം വിട്ടു. അടിച്ചു പൊളിച്ച് വിവാഹ കൂദാശ നടത്തിയതാ. ഒരു കുഞ്ഞ് ജനിച്ചു, ഒരു വർഷത്തിൽ ഒരു കുഞ്ഞിനെ ജനിച്ചു. ആ കുഞ്ഞിനെ തന്റെ ഭർത്താവിനെ ഏൽപ്പിച്ചിട്ട് അവൾ മറ്റൊരു പുരുഷന്റെ പിന്നാലെ ഇറങ്ങിപ്പോയി. അപ്രകാരമുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ സമൂഹം മാറിക്കൊണ്ടിരിക്കുക. മക്കളെ, നിങ്ങൾ പരസ്പരം ആശയങ്ങളെ വിനിമയം ചെയ്യുന്നില്ല എങ്കിൽ, അല്പസമയം നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കുന്നവർക്ക് അവസരം ലഭിക്കുന്നില്ല എങ്കിൽ, സമയം കിട്ടുന്നില്ല എങ്കിൽ കുടുംബജീവിതത്തിൽ അവിടെ പൊട്ടലും ചീറ്റലുമൊക്കെ ഉണ്ടാവും. ഈ അടുത്തിടെ ഞാൻ ഫേസ്ബുക്കിൽ വായിച്ച ഒരു സന്ദേശമാണ്, വീട് നന്നാകുവാൻ എന്ത് ചെയ്യണം? ഒരു ചോദ്യമാണ്. അതിന് കൊടുത്തിരിക്കുന്ന ഉത്തരങ്ങളാ. വീട് നന്നാകുവാൻ വീട്ടിലുള്ളവർ വല്ലപ്പോഴും ഒരിക്കലെങ്കിലും ഒരുമിച്ചിരിക്കണം.
രണ്ടാമത് പറയുക, വീട് നന്നാകുവാൻ വീട്ടിലുള്ളവർ വല്ലപ്പോഴുമെങ്കിലും ഒരിക്കലെങ്കിലും പരസ്പരം സംസാരിക്കണം. വീണ്ടും ചോദിക്കുന്നു, വീട് നന്നാകുവാൻ എന്ത് ചെയ്യണം? വീട് നന്നാകുവാൻ വീട്ടിലുള്ളവർ ഒരുമിച്ചിരുന്ന് വല്ലപ്പോഴും ആഹാരം കഴിക്കണം. നാലാമത് പറഞ്ഞിരിക്കുക, വീട് നന്നാകുവാൻ വീട്ടിലുള്ളവർ ഒരിക്കലെങ്കിലും ദൈവസന്നിധിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിപ്പാൻ സമയം കണ്ടെത്തണം. അഞ്ചാമത് പറഞ്ഞിരിക്കുന്നു, വീട് നന്നാകുവാൻ വീട്ടിലുള്ളവർ ഒന്നുചേർന്ന് ഒരിക്കലെങ്കിലും യാത്ര ചെയ്യണം. ആറാമത് പറയുക, വീട് നന്നാകുവാൻ ഒരിക്കലെങ്കിലും അവർ ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. കുഞ്ഞുങ്ങളെ ഓർക്കുക, കൊണ്ടും കൊടുത്തുള്ള ജീവിതത്തിന്റെ അനുഭവം അതാണ്. അവിടെയാണ് സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത്, അവിടെയാണ് കുടുംബജീവിതത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം തനിക്ക് വിവാഹം ചെയ്തിരുന്ന ഈ പെൺകുട്ടി അച്ഛൻ കൈ പിടിച്ച് ഏൽപ്പിക്കുമ്പോൾ അവളുടെ മാതാപിതാക്കന്മാർ, അവളുടെ സഹോദര സഹോദരങ്ങൾ മോന്റെയും കൂടിയാ. അതേപോലെ ഈ ബെഞ്ചമിന്റെ മാതാപിതാക്കന്മാർ സഹോദരങ്ങൾക്ക് മോളുടെയും കൂടി സഹോദരങ്ങളും മാതാപിതാക്കളുമായി മാറുകയാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ കൊണ്ടും കൊടുത്തും നിങ്ങൾക്ക് പരസ്പരം ജീവിപ്പാൻ സാധിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ജീവിതത്തെ കുറിച്ചൊരു കവി പറയുകയുണ്ടായി, സുഖം ഒരു ബന്ധു, ദുഃഖം ഒരു ബന്ധു, ബന്ധുവിൽ നിന്നും ബന്ധുവിലേക്ക് ഒരു പെൻഡുലം ആടുന്നു, അതാണ് ജീവിതം. അതെ, നമ്മൾ കണ്ട പഴയ കാലത്ത് ഘടികാരം ഉണ്ടായിരുന്നു, താഴോട്ട് ഒരു പെട്ടിയുള്ള ഘടികാരം അല്ലേ, അതിൻ്റെ അകത്ത് ഒരു ചട്ടുകം പോലെ സാധനം കിടന്ന് ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു അല്ലേ, പേര് പെൻഡുലം. ആ പെൻഡുലം നമുക്കറിയാം, അത് ആടിയാൽ ഒരാന്റെ ഇടത്തെ ബിന്ദു ചെന്ന് നിൽക്കുകയില്ല, അത് വീണ്ടും വലത്തോട്ട് ആടുക, വലത്തിൽ നിന്നാൽ അവിടെ നിൽക്കുക, അത് വീണ്ടും തെക്ക് ഇടത്തോട്ട് ആടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്ക് അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. അവിടെ കവി പറയുക, ആ ആടുന്ന അവിടെ കാണപ്പെടുന്ന ആ ഇടതുവശത്തെ ബിന്ദു ഉണ്ടല്ലോ അത് സുഖമാണെങ്കിൽ വലതുവശത്തെ ബിന്ദു ഉണ്ടല്ലോ അത് ദുഃഖമാ. കുടുംബജീവിതം എന്ന് പറയുന്നത്, മനുഷ്യജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതമാണ്. ഒരു ഉയർച്ചയുണ്ടെങ്കിൽ അതിനൊരു താഴ്ചയുണ്ട്, ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്, ഒരു വീഴ്ചയുണ്ടെങ്കിൽ ഒരു എഴുന്നേൽപ്പുണ്ടെന്ന് ഓർത്തുകൊള്ളുക. അതുകൊണ്ട് ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് തരണം ചെയ്യുവാൻ സാധിക്കണമെങ്കിൽ ആ കുടുംബജീവിതത്തിൽ ദൈവത്തെ മുൻനിർത്തി പ്രവർത്തിപ്പാൻ സാധിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, യഹോവ വീട് പണിയുന്നില്ല എങ്കിൽ പണിയുന്ന വൃഥാ, യഹോവ പട്ടണം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് എല്ലാ ദിവസവും സന്ധ്യയ്ക്കും വൈകിട്ടും നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായി, കുടുംബജീവിതം നയിക്കുന്നവരായി, മറ്റുള്ളവരെ സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരായി ദൈവത്തെ മുൻനിർത്തി പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം ശ്രേഷ്ഠമായി മാറും.